നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നടൻ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ച ദിവസം അവിടെ ഇടിച്ചു കയറി വന്ന ഒരു കള്ളസ്വാമിയുണ്ട്. അയാളുടെ പേര് സുനിൽ ദാസ് എന്നാണ്. അയാളെ സുനിൽ സ്വാമി എന്നാണ് വിളിക്കുക ആൾക്കാർ. അതേ പേരിലുള്ള മറ്റു പല ആൾക്കാരുണ്ട്. കാന്തല്ലൂർ അങ്ങനെ ഒരാളുണ്ട് അത്രേ. അയാളല്ല ഈ വന്നിട്ടുള്ളത്. പിന്നെ ശബരിമലയിൽ അനേക കാലം അവിടെ താമസിച്ച് അവിടുന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുറത്താക്കിയ വേറെ സുനിൽ സ്വാമി അതല്ല. ഇയാൾ പാലക്കാട് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയിട്ട് അവിടെ നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇവിടെ ഇപ്പോൾ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ശ്രീനിവാസൻ്റെ കുടുംബം. അയാളെ കേസ് കൊടുക്കല്ല വേണ്ടത്. അവിടെ എന്ത് ചെയ്യണമെന്ന് ധ്യാൻ ശ്രീനിവാസൻ അറിയാമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈ പൊന്താതെ വന്നു. കാരണം സാഹചര്യം അതാണല്ലോ. അച്ഛൻ്റെ മൃതദേഹം അവിടെ കിടക്കുകയാണ്. ഏതായാലും ഇനി അവർക്ക് ചെയ്യാനുള്ളത് പോലീസ് കേസ് കൊടുക്കുക എന്നുള്ളതാണ്. പോലീസ് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ശ്രീനിവാസൻ്റെ കുടുംബം. വളരെ നല്ല കാര്യമാണ്. നമസ്കാരം. നമ്മളുടെ നടൻ ശ്രീനിവാസൻ്റെ അന്ത്യ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ കയറി വന്നു. താടി മുടിയും വളർത്തി വെള്ള മുണ്ട് ഉത്തരിയം പോലെ പുതച്ച്. ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷെ ആൾക്കാർ കരുതിയത് ഒന്നിലോ ധ്യാൻ, അതല്ലെങ്കിൽ വിനീത്, അതല്ലെങ്കിൽ അവരുടെ അമ്മ വിമല ടീച്ചറാണെന്ന് തോന്നുന്നു. അവർ വിമല എന്നാണ് പേര്. അപ്പം അതല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരിക്കണമെന്ന് കരുതിയിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അയാളെന്തോ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് തളിക്കുന്നുണ്ടായിരുന്നു. അപ്പം താനെന്തായി കാണിക്കുന്നത് പലരും ചെന്ന് ചോദിച്ചെങ്കിൽ പോലും അയാളുടെ പരിപാടി തുടർന്നു. ആയതുകൊണ്ട് പലർക്കും സംശയം ക്ഷണിച്ചിട്ട് വന്നതാണെന്ന്. ധ്യാൻ ശ്രീനിവാസൻ അയാളുടെ പോട എന്ന് പറഞ്ഞു അത്രേ. എന്നിട്ടും പോയില്ല. ഇയാളെ എനിക്കറിയാം. ഞാനൊരു 2008 മറ്റോ ഞാൻ തൃശ്ശൂരിൽ 142 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ശങ്കരഭാഷ്യ സഹിതമുള്ള ഒരു ഗീതാജ്ഞാനം നടത്തുകയുണ്ടായി. അന്ന് അവിടുത്തെ പാർമക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം അവരൊക്കെയും വലിയ രൂപത്തിൽ സഹകരിച്ചിട്ടാണ് നടത്തിയിരുന്നത്. അത് ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഇവൻ കയറി വന്ന് ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിലാണ് കയറി വരുന്നത്. ദിവസവും 2 മണിക്കൂറാണ് പ്രോഗ്രാം. അന്ന് കയറി വന്നിട്ട് ഒരു കത്ത്, ഒരു ചെറിയൊരു തുണ്ട് കടലാസ്, ബഹുമാനപ്പെട്ട സ്വാമിജി, എൻ്റെ പേര് സുനിൽ ദാസ് എന്നാണ്, ഞാനും ഒരു സ്വാമിയാണ്, പാലക്കാട് നിന്നാണ് വരുന്നത്, എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം. ഗീതാജ്ഞാന യജ്ഞവേദിയിൽ വേറെ ആരും കയറ്റാറില്ല. കാരണം ഗീതാജ്ഞാന യജ്ഞവേദി ഈശ്വരനെ കുറിച്ച് പറയാനോ ഈശ്വരനെ കാല് പിടിച്ചിറക്കിക്കൊണ്ടാനുള്ള അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള പ്രോഗ്രാമല്ല ഗീത. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ അഹങ്കാരത്തോടുകൂടി തന്നെ പറയുന്നത്. ആയതുകൊണ്ട് അവിടെ ഒരാളെ കയറി വന്ന് അയ്യോ നമ്മുടെ ഭഗവാൻ എന്നൊന്നും പറഞ്ഞ് ഞാൻ അനുവദിക്കില്ല, പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു. ആ പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് അയാൾ സ്ഥലം വിടുകയും ചെയ്തു. അയാളവിടെ വന്ന സമയത്ത് തന്നെ ഒരു പാത്രവുമായിട്ട് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് കൃഷ്ണൻകുട്ടിയായിട്ട് സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു സ്വാമി വന്നിട്ട് അയാളെ ഇങ്ങോട്ട് കയറ്റണ്ട കേട്ടോ എന്ന്. എനിക്ക് അയാളെ അറിയില്ല എന്ന് കരുതിയിട്ടാണ്. എനിക്ക് അയാളെ അറിയാം. അയാൾ TN ശേഷനെ അയാളുടെ ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്, ശ്രീവിദ്യ ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്, KR വിജയ, ഇങ്ങനെ സ്ട്രൈക്കിംഗ് പേഴ്സണാലിറ്റി. സ്റ്റാലിൻ്റെ അടുത്ത് പോയിട്ട് സ്റ്റാലിൻ്റെ ഒപ്പം നടത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ ഒരുതരം പോറത്തരം കാണിച്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല ഞാൻ എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, റിസർവ് ബാങ്കിൽ നിന്ന് 3000 കോടി രൂപ ഇയാൾക്ക് അനുവദിച്ചിട്ടുണ്ട് അത്രേ. ഇതും പറഞ്ഞുകൊണ്ട് പലരെ നിന്നും ഇയാൾ കോടികൾ കടം വാങ്ങി. കോയമ്പത്തൂർ, അങ്ങനെ പല സ്ഥലത്തും. ആയതുകൊണ്ട് ഇപ്പോഴുള്ള സ്ഥിരവാസം ജയിലില്ല. ഈ അടുത്ത കാലത്ത് വീണ്ടും കോയമ്പത്തൂർ ജയിലിലായതാണ്, ജാമ്യത്തിലാണ്. അങ്ങനെ ഒരാൾ, ഇങ്ങനെ ഒരാളുടെ, ശ്രീനിവാസനെ പോലൊരാളുടെ
ചടങ്ങിന് വന്ന് കയറിയ സമയത്ത് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. കാരണം നാണക്കേട് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ശ്രീനിവാസൻ്റെ മക്കൾക്കും ശ്രീനിവാസൻ്റെ പ്രിയ പത്നിക്കും ഉള്ളത്. അവരാരും അമ്പലങ്ങൾ ചാടി നടക്കാൻ അവസാന കാലഘട്ടങ്ങളിൽ സമൂഹം എന്നൊന്നുണ്ടല്ലോ, ബന്ധുക്കൾ സ്വന്തക്കാരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അന്ത്യകർമ്മങ്ങൾ ആചാരപ്രകാരം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അന്ത്യകർമ്മങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്ന സമയത്ത് അതിൻ്റെ ഇടയിലാണ് ഇവൻ നുഴഞ്ഞു കയറി വന്നത്. ആ അന്ത്യകർമ്മത്തിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ ഇയാൾ? അതുപോലും സംശയിച്ചു എന്നുള്ളതാണ്. ഇവനൊരു തട്ടിപ്പ് വീരനാണ്. എങ്ങനെയാണ് അവിടേക്ക് എത്തിയതെന്നാണ് ചോദിക്കുന്നത്. അവസാനം ഈ ചോദ്യം ഈ ശ്രീനിവാസൻ്റെ പത്നി, ഞാൻ അവരെ ചേച്ചി എന്ന് വിളിക്കുന്നു, ആ ചേച്ചിയുടെ അടുത്തേക്ക് എത്തി. ചേച്ചി പറയുന്നത് എനിക്കറിയില്ല. അതിനർത്ഥം ഇനിയിപ്പോൾ മക്കളോട് ചോദിച്ചപ്പോൾ അവനെയൊന്നും എനിക്കറിയില്ല, ഞാൻ പോടാ എന്ന് പറഞ്ഞതാണെന്ന്. പോടാ അങ്ങനെ ധ്യാൻ വിനീതിൻ്റെ പോലൊരാളല്ല, കൊച്ച് അഗ്രസീവാണ്. മാത്രമല്ല അയാൾക്ക് ലോക വിവരമുള്ള ഒരാളാണ്. അത് ശ്രീനിവാസൻ അങ്ങനെയാണല്ലോ, കുട്ടികൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അയാൾക്ക് ധ്യാൻ ശ്രീനിവാസൻ ഇവനെ അറിയാം. അയാൾ അവിടെ ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പോയി ആളുടെ പറഞ്ഞു പോടാ എന്ന് പറഞ്ഞു. കേട്ട ഭാവം നടിച്ചില്ല. കാരണം ഇവനെ ഈ തട്ടിപ്പുകാരനെ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ ധ്യാൻ ശ്രീനിവാസനോ അല്ലെങ്കിൽ വിനീതോ അല്ലെങ്കിൽ ആ ചേച്ചിയോ ആരും ഒരു സീനുണ്ടാക്കാൻ അവർ ശ്രമിക്കില്ല എന്നവർക്ക് അറിയാമായിരുന്നു. അത് മുതലെടുത്തുകൊണ്ടാണ് ഇവനോട് കുത്തിക്കയറുകയാണ് ചെയ്തത്. അവസാനം വന്ന സമയത്ത് എന്താ ഉണ്ടായത്? ഇവർക്ക് ആർക്കും, ആ കുടുംബത്തോട് അടുപ്പമുള്ള ആൾക്കാർക്ക് പോലും ഇവരറിയില്ല. ഇവനാരും അവളെ ക്ഷണിച്ചു വരുത്തിയതുമല്ല. സഞ്ജയന ചടങ്ങിൽ പോയപ്പോൾ തന്നോടും ഇതിൽ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്, നമ്മളുടെ 24-ൻ്റെ ശ്രീകണ്ഠൻ നായർ പ്രൊഫസറാണ് അദ്ദേഹം. ഞാൻ പഠിച്ച കോളേജിലെ പ്രൊഫസറാണ്, എന്നേക്കാൾ വളരെ ജൂനിയറാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട് ഇതേക്കുറിച്ച് ഈ ചേച്ചി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്, ശ്രീനിവാസൻ്റെ വൈഫ്. ഈ ഒരു കാര്യം 24 ന്യൂസിലൂടെ ആണ് അദ്ദേഹം ഇതേക്കുറിച്ച് വിശദീകരിച്ചത്. ശ്രീനിവാസൻ്റെ കുടുംബത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഈ വാർത്ത പങ്കുവെക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. അവരോട് ചോദിക്കണമല്ലോ. സഞ്ജയന ദിവസം ശ്രീകണ്ഠൻ നായർ ശ്രീനിയേട്ടൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അവരെല്ലാം കണ്ടെന്ന് ആശ്വസിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് അവിടെ പോയത്. വിമല ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ശ്രീനിവാസൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഒരാളും ക്ഷണിക്കാതെ, ആരും ഇവനെ അറിയില്ല, ആരും ക്ഷണിക്കാത്തയാണ് ഇയാൾ ഇൻഫിൽട്രേറ്റ് ചെയ്തത്, നുഴഞ്ഞു കയറിയതെന്നർത്ഥം. അത് കഴിഞ്ഞ് അവിടുത്തെ പൂജയുടെ കാര്യങ്ങൾ, കർമ്മത്തിൻ്റെ കാര്യങ്ങൾ സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഇവൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഇവൻ ജയിലിനകത്തായിരുന്നു. ഏതായാലും ഇയാളിവിടെ വന്ന് കയറിയ സമയത്ത് പലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോന്നൽ, ഞാനും ഇത് കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടു പോയി. എൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായി, ചെറിയൊരു തോന്നൽ. ഇനിയിപ്പം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, കുടുംബപരമായിട്ടുള്ള കാര്യമല്ലേ, എങ്കിൽ തോന്നൽ എന്തായിരുന്നു? ശ്രീനിവാസൻ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ടാണോ ബന്ധം? ശ്രീനിവാസൻ ഇങ്ങനത്തെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടോ? കാരണം ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. കുടുംബം മുഴുവൻ അങ്ങനെയാണ്. ധ്യാനാണെങ്കിലും മറ്റേ കുട്ടി വിനീതാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു കള്ളനുമായിട്ട് അവർക്ക് എങ്ങനെയാ ബന്ധം? അതവിടെയുള്ള പല സിനിമാക്കാർക്കും വേദനയുണ്ടാക്കി. ജീവിതത്തിലുടനീളം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള ആൾദൈവങ്ങൾ, ഇങ്ങനെയുള്ള തക്കട തരികടകൾ, അതുമായിട്ട് സമരം ചെയ്തവനാണ്, കലാപമുണ്ടാക്കിയവനാണ് ശ്രീനിവാസൻ. തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ എഴുത്തിലൂടെ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇങ്ങനത്തെ ആ മരണസമയത്ത് കയറി വന്നപ്പോൾ എല്ലാവരും പരസ്യമായിട്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും മൂക്കത്ത് വിരൽ വെച്ചു. ആ കുടുംബത്തെ ഓർത്തുകൊണ്ട്, അവരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കിപ്പോഴും തോന്നില്ല, അയ്യോ ഇങ്ങനെയൊരു ബന്ധം ശ്രീനിവാസനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനൊരു ബന്ധം ധ്യാൻ ശ്രീനിവാസനോ അല്ലെങ്കിൽ വിനീതിനുണ്ടായിരുന്നോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ വന്ന് കയറിയതാണ്. ഈ വിനീത് അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല. ഇത് ചെയ്യ് കുറേ മന്ത്രങ്ങൾ, അവനറിയാവുന്ന കുറേ മന്ത്രങ്ങളൊക്കെയും ഈ കള്ളസ്വാമി അതെല്ലാം പറഞ്ഞു. വിനീത് ഇങ്ങോട്ട് മാറൂ എന്നൊക്കെയും പറഞ്ഞു. അവിടെ പൂജാരിമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രഡീഷണലായിട്ട് പൂജ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിരുന്നു. അവരിടയ്ക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അവർ വിചാരിച്ചു ഇവനെ എന്തോ വലിയ സൂപ്പറായിട്ട് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. അങ്ങനെയുള്ള അവിടെ ഒന്ന് ഇടിച്ചു കയറിയത്. അപ്പോൾ അവരും ഒന്ന് പിന്നോട്ട് ബാക്ക് ഫുട്ട് വെച്ചു. അത് ഇവന് നല്ലൊരു ശൂന്യസ്ഥലം കിട്ടി. ഏതായാലും അതിൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തത്. എല്ലാവരും മന്ദിച്ചു പോയി. കാരണം ഇവനോട് ആ ഒരു പ്രത്യേക സമയത്ത് ആരാണ് നീ എന്ന് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് എല്ലാവരും ഇവൻ വഴി മാറ്റുമ്പോൾ എല്ലാവരും വഴി മാറുകയാണ് ചെയ്തത്.
അവിടെയുള്ള ആൾക്കാർ, സിനിമാ താരങ്ങൾ പോലും, ഉദാഹരണം പറയുന്നത് ഫാസിക്ക എന്ന് പറയും, നമ്മുടെ ഫാസിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ നമ്മളുടെ സൗബിൻ്റെ അച്ഛൻ ബാബുജി, അവരേക്കും വരുമ്പോൾ അവർ ഒന്ന് കണ്ടു അപ്പം തന്നെ ഇവർ മാറുകയാണ്. കാരണം എന്താണ്, പുറകെ വേറെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. കാരണം മരിച്ചു കിടക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരിക എന്നറിയില്ല. എന്തിനാ, തമിഴ്നാട്ടിൽ നിന്ന് സിനിമാ താരങ്ങൾ വന്നു, തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങൾ വന്നു. അപ്പം അങ്ങനെ എല്ലാവരും വരുന്ന സമയത്ത് ഒരാളോട് ഇളിച്ചു നോക്കി നിൽക്കുമ്പോൾ അതൊരു തടസ്സമല്ലേ. പക്ഷെ ഇയാളോട് പറയാൻ പറ്റുന്നില്ല. കാരണം ഇയാളെ ആരെങ്കിലും എഴുന്നള്ളിച്ചു കൊണ്ടുവന്നാണെങ്കിലോ, സുഹൃത്തെ ഒന്നുകൂടെ മാറി എന്ന് പറഞ്ഞ സമയത്ത് ധ്യാൻ ശ്രീനിവാസനോ അല്ലെങ്കിൽ ചേച്ചിയോ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസനോ പറയാം, അതായത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, ഞങ്ങളുടെ പാട്രനാണ്, ഞങ്ങളുടെ ആചാരൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾ നാണം കെടില്ലേ. അതുകൊണ്ട് എല്ലാവരും മിണ്ടാതെ നിന്നു എന്നർത്ഥം. ഇവനവിടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. ആ പ്രാർത്ഥന വിനീതിനെ കൊണ്ട് ചൊല്ലിപ്പിക്കാനും ശ്രമിച്ചു. പക്ഷേ പിന്നീട് ധ്യാനിൻ്റെ വർത്തമാനത്തിലൂടെ മനസ്സിലാവുന്നത്, അതിലിവൻ്റെ പ്രാർത്ഥനയുടെ ഒരു വരി, ദൈവം നിന്റെ സായുജ്യം പരമാത്മാവിന് ഏകണേ എന്നൊരു പ്രാർത്ഥന. അതല്ല എല്ലാവരോടും ഏറ്റുചൊല്ലാനും പറഞ്ഞു. പല ആൾക്കാരും ഏറ്റുചൊല്ലി, അവർക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ. കുടുംബത്തിൽ ഒരാളും വിളിക്കാതെ അവിടേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഈ കള്ളസ്വാമി സുനിൽദാസ് എന്ന് പറഞ്ഞ സുനിൽ സ്വാമി നിരവധി തട്ടിപ്പ് കേസുകൾ. ഇനി വരവ് എടുക്കുന്നേ അവന്, എല്ലാത്തിനും ജയിലിൽ പോകുവാൻ. ഇപ്പം റിമാൻഡിൽ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഇവന് ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ അവർ മരിക്കുമ്പോൾ അവിടെ കയറി ചെല്ലും. അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് ആ പ്രമുഖനായിട്ടൊരാളാണ് മരിക്കണമെന്ന് വെച്ചാൽ അവിടെ കയറി നിന്ന് ഈ മോന്തായും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി, അത് ചുളിയിൽ കിട്ടുന്ന അവസരമാണല്ലോ അത്. അതിനുവേണ്ടി അവിടെ കയറി ചെന്ന് ഇങ്ങനെ അത് സങ്കടത്തിൻ്റെ പേരിൽ ചെല്ലുന്നതല്ല. ഈ മരിച്ചെടുക്കുന്ന ആളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ അവിടെ വരും. പ്രത്യേകിച്ച് ശ്രീനിവാസനെ പോലുള്ള ആൾ മരിച്ചെടുക്കുമ്പോൾ അവിടെ മമ്മൂട്ടി വരും, മോഹൻലാൽ വരും, മറ്റുള്ള സിനിമാ താരങ്ങൾ വരും. അവർക്കൊന്ന് കാണാനോ. ഇതിനു വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിൽ പെട്ടവനാണ് ഇവൻ. ഏതായാലും ഇവൻ്റെ ഈ പ്രാർത്ഥനകൾ അവിടെ വിനീത് ഏറ്റുചൊല്ലിയിരുന്നില്ല, ധ്യാൻ ശ്രീനിവാസനും ഏറ്റുചൊല്ലിയിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ധ്യാൻ അടുത്ത് കിട്ടിയ സമയത്ത് ഇറങ്ങി പോടാന്ന് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് അവിടുന്ന് പോയില്ല. കൂടുതൽ പറഞ്ഞാൽ പോകും, അല്ലെങ്കിൽ ചള്ളയ്ക്കൊന്ന് വെച്ചു കൊടുത്താൽ പോകും. പക്ഷേ അത് വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് പിന്നെ ധ്യാൻ്റെ ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആരാണെങ്കിലും എന്താണെങ്കിലും ധ്യാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹമായിരിക്കും അവിടെ പ്രതി. അവിടെയൊന്നും മിണ്ടിയില്ല എന്നർത്ഥം. എല്ലാം വിഴുങ്ങി നിൽക്കുകയായിരുന്നു, എല്ലാ ദേഷ്യവും വിഴുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇവനവിടുന്ന് പുറത്താക്കാനോ അതിൻ്റെ പേരിൽ പ്രതികരിക്കാനോ ആ സമയത്ത് ആർക്കും കഴിഞ്ഞില്ല. കാരണം എന്താണ്, അതിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ശ്രീനിവാസനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് ഇവനെ അറിയാവുന്ന പല ആളുകളും അവിടെ അന്യോന്യം കാതോരം മന്ത്രിച്ച കാര്യമാണ്. ഇവരെന്താ ഇവിടെ എന്നുള്ള മന്ത്രിച്ച കാര്യമാണ്. അവിടെ ക്ഷണിക്കപ്പെട്ട പൂജാരികളെ പോലും തട്ടി മാറ്റിയിട്ട് ഇവനവിടെ ആ കാര്യം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇപ്പം എന്തായാലും ഒരു കാര്യം അവന് ഉറപ്പിച്ചിട്ടുണ്ട്. അവൻ ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീനിവാസൻ്റെ ജീവിതം അന്തസ്സും ആഭിയാത്യമുള്ള ജീവിതമായിരുന്നു. സിനിമയ്ക്കകത്തുള്ള ജീവിതമായിരുന്നിട്ട് കൂടി പലപ്പോഴും സിനിമയ്ക്കകത്തുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ തെറ്റുകുറ്റങ്ങൾ ധാരാളം പറ്റാലോ, സാഹചര്യങ്ങൾ വേണ്ടത്രയുണ്ടല്ലോ. എന്നിട്ട് പോലും അവിടെ ഒരു ബ്ലാക്ക് മാർക്ക്, ഒരു ചീത്ത പേര് വരുത്താതെ എത്രയോ വർഷം, 19 വർഷമോ മറ്റോ സിനിമാരംഗത്ത് നിന്ന ആളാണ് ശ്രീനിവാസൻ. പക്ഷെ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് ചെറിയൊരു രൂപത്തിൽ, ഇത് ഞാൻ തുറന്നു പറയട്ടെ, എനിക്ക് തോന്നുന്നു എന്താ ശ്രീനിവാസൻ ഇങ്ങനെ ബന്ധങ്ങളോ അല്ലെങ്കിൽ മക്കൾക്ക് ഇങ്ങനെ ബന്ധമോ എന്ന് തോന്നിപ്പിച്ചല്ലോ. അപ്പം ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ കോറൽ ഉണ്ടാക്കാൻ ഈ കള്ളസ്വാമിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അവൻ്റെ ചെവിടത്ത് 2 വെച്ച് കൊടുക്കാൻ, ചെവിടത്തല്ല പിൻകഴുത്തിലും ചെവിടത്ത് എല്ലായിടത്തും 2 വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. പോട്ടെ, അച്ഛൻ വെച്ച് കൊടുക്കും, മക്കൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇവനെ ഇങ്ങനെ വിടരുത്. ശ്രീനിവാസനെ ജീവിതം മുഴുവൻ അദ്ദേഹം മാനത്തോട് അന്തസ്സോട് ജീവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെറിയ രൂപത്തിലെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തൂക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം എന്നെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനത് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂസ് എത്തിയിരിക്കുകയാണ്, ആരും ക്ഷണിക്കാതെ വന്ന് ഈ കള്ളസ്വാമിയെ, ഈ തട്ടിപ്പ് പേരിനെ, ശ്രീനിവാസൻ്റെ സംസ്കാരത്തിൻ്റെ കാർമ്മികത്വം സ്വയം ഏറ്റെടുത്ത സുനിൽ സ്വാമി എന്ന് പറഞ്ഞ കള്ളനെ, തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഇയാൾക്കെതിരെ പോലീസ് കേസിൽ
ശ്രീനിവാസൻ്റെ കുടുംബം ഇതാ കേസ് കൊടുക്കാൻ പോവുകയാണ്. വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഇവനെ മറ്റു പലയിടത്തും ഇത് ചെയ്യും. ഇതിപ്പോൾ ഏതായാലും എങ്ങനെയോ ആരോ കുത്തിപ്പൊക്കിയാണ്ട് സംഗതി പുറത്തായി. അല്ലെങ്കിൽ ഈ സംഭവം ആരും അറിയില്ല. ഇവനവിടെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കും. ഞാനവിടെ ഗീത നടത്തുന്ന സമയത്ത് അവിടെ ഒരു 350-400 ഇടയ്ക്ക് ആൾക്കാരെ വന്നിരുന്നത്. അത് ശങ്കരഭാഷയാണ് പറഞ്ഞത് ഉള്ളതുകൊണ്ട് വന്നിരുന്നത് കൂടെ കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്നിരുന്നത്. സുകുമാർ വഴിക്കോട് സാറ് വന്നിട്ടുണ്ട് അവിടെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ വന്നിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ MLA ബാലചന്ദ്രൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നു. മന്ത്രി രാജൻ ആ ഭാഗത്ത് വന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇവൻ വന്നു. എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ അവിടെ വന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വർത്താനം പറഞ്ഞ് താഴ്ത്തിറങ്ങിയ ആൾക്കാരെ പരിചയപ്പെടുക, എന്നിട്ട് അങ്ങോട്ട് വലിപ്പിക്കുക, മുതലമടയിലേക്ക് വലിപ്പിക്കുക. എല്ലാം സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ ആൾക്കാരുമായിട്ടാണ് എനിക്ക് ബന്ധമെന്ന് സ്ഥാപിച്ച് എരപ്പിടുത്തം, അതാണ് ഇവൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നത്. ഏതായാലും ഇത് ഒരു പോലീസ് കേസിൽ നിന്ന് അവസാനിച്ചത് വളരെ നന്നായി. അതല്ലെങ്കിൽ ഈ ഒരു സംശയം, ശ്രീനിവാസൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്നൊരു സംശയം ശ്രീനിവാസൻ്റെ ആരാധകന്മാർ, ഞാനടക്കമുള്ള ആൾക്കാർ വെച്ചു പുലർത്തിയേനെ. ഏതായാലും വീണ്ടും ഒരിക്കൽ കൂടി അവൻ പോലീസിൻ്റെ അധീനതയിൽ എത്തുമെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. കള്ളസ്വാമിമാർ പ്രത്യേകിച്ചും BJPക്ക് അധികാരം കിട്ടിയതോട് കൂടിയിട്ട് എല്ലാവരും മാളത്തിൽ നിന്ന് കുറേ എണ്ണം പുറത്തു വന്നിട്ടുണ്ട്. BJP ബ്രാൻഡഡ് സന്യാസിമാർക്ക് ഒരു വലിയ അന്നുമില്ല ഇന്നുമില്ല, ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. പക്ഷേ പലരും ഇപ്പം തലമുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം. അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഇവനും. ഈ സമയത്ത് ആർക്കും എന്തും ചെയ്യാലോ. അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. BJPയാണ് ഭരിക്കുന്നത്. അവൻ്റെ താടി മൂടി വളർത്തിയിട്ട് സ്വാമി എന്നുള്ള പേരിട്ട് നടക്കുന്ന ആളുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ എന്താവും തൻ്റെ ഗതി എന്ന് ചിന്തിക്കുന്ന ഒരു സമുദായം നമ്മുടെ കേരളത്തിലുണ്ട്. അത് BJP ഉണ്ടാക്കി വെച്ചതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് കണ്ടുകൊണ്ട് അതിനെ ഇളതരം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നർത്ഥം. നമസ്കാരം.